but another shortest waiting for the glass form. On the outside the same on this dance floor. Only one of us is from the jungle. Malayale, Malayale from Portugal. Give me Malayale, Malayale from Portugal. Give me the. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി ഫ്രം പോർച്ചുഗൽ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പോർച്ചുഗലിൻ്റെ ഉയരങ്ങളിലേക്കാണ്. അതെ, സേറാ ദി എസ്ത്രേല, മൗണ്ടൻ ഓഫ് പോർച്ചുഗൽ. പോർച്ചുഗലിൻ്റെ പർവ്വതത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രയുടെ തുടക്കം രാവിലെ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല സൂപ്പറായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതും ഒക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. പ്രഭാതം തന്നെ നമുക്ക് നല്ലതാവുമ്പോൾ നമ്മളുടെ മൈൻഡും നമ്മളുടെ യാത്രയും എല്ലാം അതിമനോഹരമാവും. ഇപ്പോൾ ചെറുതായിട്ട് സൂര്യൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂറാണ് കാണിക്കുന്നത് മാപ്പിൽ. കറക്റ്റ് നമ്മളൊരു പ്ലാൻ ഇല്ലാതാണ് ഇന്ന് യാത്ര തുടങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള യാത്രകളാണ് എനിക്ക് അതിമനോഹരങ്ങളാകാറുള്ളത്. പിന്നെ ഇടയ്ക്ക് വണ്ടി നിർത്തി ഒരു കോഫി ഷോപ്പിൽ നിർത്തി അവിടുന്ന് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഹൈവേയിലുള്ള പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഒരു കോഫി ഷോപ്പാണ്. ഇവിടെ വാഷ്റൂമും എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞ് ചെറിയ ടൗൺ എത്തിയാലേ ഒരു കോഫി ഷോപ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് സേറാ ദി എസ്ത്രേലയിലോട്ട് പോവാമെന്നത്. ഈ പോർച്ചുഗലിൽ വന്നതിന് ശേഷം കുറേ ആൾക്കാർ പറഞ്ഞു അവിടെ പോകണം, അവിടെ കാണണം, അവിടെ നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇപ്പം പെട്ടെന്നാണ് ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി ഞങ്ങൾ സേറാ ദി എസ്ത്രേലയിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപ് എന്തെങ്കിലും ചെറിയ സ്നാക്സ്, വെള്ളം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മേളിലോട്ട് പോകുമ്പം അവിടെ എങ്ങനെയാണെന്ന് കറക്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ വന്നിരിക്കുകയാണ്. ഇത് കൊവില എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ വന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ മേളോട്ട് കയറുവാണ്. കൊവിലയിൽ തന്നെയാണ് ഈ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. സേറാ ദി എസ്ത്രേല മൗണ്ടനെ ടൂറിസ്റ്റുകൾ സ്റ്റാർ മൗണ്ടൻ എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ ഇത് സീ ലെവലിൽ നിന്ന് 1993 മീറ്റർ ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ജീവിതമാർഗം തന്നെ കന്നുകാലികളെ മേയ്ക്കൽ, ഒലിവ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ ഹണിയുടെ പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ്. ഇവിടെ താഴെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനി മേളിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല തണുപ്പുണ്ട്, ചെവിയൊക്കെ നന്നായിട്ട് അടയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും സൂര്യനും കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും, ഫുള്ള് സ്നോ ആയിരിക്കുമോ എന്നൊക്കെ അറിയാനായിട്ട് നല്ല എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഫുള്ള് മൗണ്ടൻ ഐസായിട്ടിരിക്കുമായിരുന്നു. ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചാണോ അവിടെ എന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ മേളോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങി. ഇതൊരു പൈൻ ഫോറസ്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുണ്ട്. പിന്നെ ഫുള്ള് ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കുകയും അവിടെ ചെറുതായിട്ട് ജസ്റ്റ് ഇരിക്കുകയും, ഫുള്ള് കാം ആൻഡ് ക്വയറ്റാണ്. വലിയ ശബ്ദങ്ങളില്ല, ഫുള്ള് കിളികളുടെയും ഒക്കെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി.
ഇവിടുത്തെ പ്രകൃതി തന്നെ കാണാൻ എന്ത് രസമാണെന്നറിയാമോ? മരങ്ങളായാലും പൂക്കളായാലും ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് അതിനെ കാണാൻ വളരെ ഭംഗിയാണ്. ഇപ്പോൾ ഇലകളില്ലാത്ത മരങ്ങളും ഇലകളുള്ള മരങ്ങളും രണ്ടും കൂടി ഇടകലർന്ന് നിൽക്കുന്നതും എന്ത് ഭംഗിയാണത് കാണാൻ. പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് ചെന്നപ്പം അടുത്തൊരു വ്യൂ പോയിന്റ് കണ്ടു. ഇവിടെ നിന്ന് നോക്കിയാൽ കോവില സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ അതിൻ്റെ ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുള്ള് പോർച്ചുഗീസാണ് എഴുതിയേക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂവിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊക്കെ കണ്ടിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഏകദേശം ടോപ്പിലെത്തി. 1400 മീറ്റർ ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഹോളിഡേയ്സിലായിരുന്നു ട്രാവലിംഗ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾ ആ സ്റ്റാച്ചു കണ്ടോ? ഈ സ്റ്റാച്ചു കണ്ടപ്പോൾ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ അടുത്തോട്ട് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം കാറ് പാർക്ക് ചെയ്യാൻ പോലും ഉള്ളൊരു സൗകര്യമില്ലായിരുന്നു. അത്രയധികം തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. ഇത് ലേഡി ഓഫ് ദ ഗുഡ് സ്റ്റാർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇതിനെ ലേഡി ഓഫ് ദ ബ്യൂട്ടി സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. ഇത് 1946 സ്ഥാപിച്ചത്. അന്റോണിയോ ഡാർട്ടെ എന്ന പുരോഹിതൻ നിർമ്മിച്ച 23 അടി ഉയരമുള്ള പ്രതിമയാണിത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയിട്ട് വണ്ടി എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. കാരണം പാർക്കിങ്ങിന് സ്ഥലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒന്ന് റൗണ്ട് അടിച്ചാണ് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയത്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി. അവിടെയൊക്കെ ഫുള്ള് ഐസായിട്ട് കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. സേറാ ദി എസ്ട്രേല മൗണ്ടനിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തിനെ തോർ എന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും ഉയർന്ന സ്ഥലത്തെ കാണിക്കാനായിട്ട് ഇവരൊരു ഡ്രിഗ് പോയിന്റ് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയ കടകളും ഷോപ്പുകളോ ഷോപ്പിംഗ് മോളുകളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഒന്നാമത് മൗണ്ടൻ ആണ്. അപ്പോൾ ഈ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമായ തോറിനടുത്ത് ഒരു റെസ്റ്റോറൻറ്റും ഈ പ്രദേശത്തെ സാധാരണ ഉൽപ്പന്നങ്ങളുടെ ഒരു സ്റ്റോറും പിന്നെ സേറാ ദി എസ്ട്രേല സ്കീ റിസോർട്ട് എന്ന സ്കീ സെൻറ്ററുമാണുള്ളത്. ഈ സ്റ്റോറിൽ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ചീസുണ്ട്, സേറാ ദി എസ്ട്രേല ചീസ്. അതും പിന്നെ ഒലിവ് ഓയിൽ, ഹണി, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സേറാ ദി എസ്ട്രേല ചീസ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ചീസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ റെസിപ്പിക്ക് 2000-ൽ കൂടുതൽ വർഷം പഴക്കമുണ്ട്. ഇത് ഷീപ്പിൻ്റെ മിൽക്കിൽ നിന്നാണ് ഇവരുണ്ടാക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾ വന്നാൽ മെയിനായിട്ട് അവർ മേടിച്ചുകൊണ്ട് പോകുന്നൊരു സാധനമാണ് ഈ സേറാ ദി എസ്ട്രേല ചീസ്. ഈ പ്രദേശത്തെ ആൾക്കാരുടെ പ്രധാന ജീവിതമാർഗം തന്നെ കന്നുകാലികളെ മേയ്ക്കലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ തന്നെ ബോർഡലീറ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കുറേ ആടുകളുണ്ട്. അതിൻ്റെ തോലെടുത്തിട്ട് ഇവർ കമ്പിളി നിർമ്മിക്കും. അതും ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി പോവാണ്, താഴോട്ട് ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഇതൊരു പ്ലാനിങ് ഇല്ലാത്ത യാത്രയായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരു റൂമും അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ഫില്ലായിരുന്നു. പിന്നെ താഴെ കൊവിലയിൽ ഇറങ്ങിയിട്ടാണ് ഒരു റൂം കിട്ടിയത്. രാവിലെ മുതലുള്ള യാത്രയായതുകൊണ്ട് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.